ശരി, ഏതായാലും ആ വിഷയം വ്യക്തമാണ്. സജു തുടരൂ. നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സജുവിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് റീജിയണൽ ലൈഫിലേക്ക് കടക്കാം അല്ലേ? ഡൽഹിയിൽ നിന്ന് സജു തോമസ് തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്വാന്തന സാജു, അതുപോലെ കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ, കോഴിക്കോട് നിന്ന് ഫൈസൽ നെടുമ്പാല, ഒപ്പം പാർട്ടി കോൺഗ്രസ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒപ്പം മധുരയിൽ നിന്നുകൂടി ലൈവുണ്ട്. സേഫ് സൈൻലാബ്ദീൻ കൂടി നമ്മുടെ കൂടെ ചേരും. നമുക്ക് രാജ്യതലസ്ഥാനത്ത് നിന്ന് തന്നെ റീജിയണൽ ലൈവും ആരംഭിക്കാം. വഖഫിന്റെ കാര്യം നമ്മൾ പറയുകയുണ്ടായി, അത് വിശദമായി തന്നെ സജു തോമസ് വ്യക്തമാക്കി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കാനിരിക്കുന്നു. അതുപോലെ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിക്കെതിരായ അന്വേഷണം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, യശ്വന്ത് വർമ്മയ്ക്കെതിരായ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം. സജു, 2 ദിവസമായി നമ്മൾ പ്രധാനമായും ഈ വഖഫ് ബില്ലിന് പിറകെ തന്നെയായിരുന്നു. പക്ഷേ മറ്റ് ദേശീയ വാർത്തകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അത്ര വിശദമായി നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് എന്തൊക്കെ വാർത്തകളാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? അമൃത, തീർച്ചയായിട്ടും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ദേശീയ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തും അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുമെന്നുള്ള വാർത്തയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന യശ്വന്ത് വർമ്മയ്ക്കെതിരായിട്ടുള്ള സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതിയുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജിക്കെതിരെ പണം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ സംഭവം മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പക്കലുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ജഡ്ജിക്കെതിരായിട്ടുള്ള നിയമ നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ രാജ്യത്തെ ഒരു കോളിളക്കം ഉണ്ടാക്കിയ സംഭവമായിട്ട് ഈ വിഷയം മാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഫുൾ ബെഞ്ച്, അതായത് 33 ജഡ്ജിമാർ, ഫുൾ കോർട്ട് ജഡ്ജിമാർ യോഗം ചേരുകയും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത നിലനിർത്തുകയും ജനങ്ങളുടെ വിശ്വാസമില്ലായ്മ ഉണ്ട് എന്നുള്ള വാദഗതിയിലേക്കും തള്ളാൻ വേണ്ടി രാജ്യത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തും. അത് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ ഉടൻ തന്നെ പ്രസിദ്ധപ്പെടുത്തും. ഇന്നലെ യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഈ വാർത്ത, അതായത് ഈ ജഡ്ജിയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയതിന് പിന്നാലെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വാദഗതികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യശ്വന്ത് വർമ്മയ്ക്കെതിരായുള്ള ആഭ്യന്തര സമിതിയുടെ 3 അംഗ ആഭ്യന്തര സമിതി, സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ ആഭ്യന്തര സമിതിയുടെ അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൊബൈൽ ഫോണുകൾ, CCTV അടക്കമുള്ള ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തുക. അദ്ദേഹം ഇപ്പോൾ നിലവിൽ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അലഹബാദ് ഹൈക്കോടതി അഭിഭാഷകരുടെ സംഘടനയൊക്കെയും വലിയ വിമർശനം ഉയർത്തിയെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ ഭാഗികമായിട്ടാണ് ഈ സമരവുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ദേശീയ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കത്വയിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 15 ദിവസത്തോളം പിന്നിട്ടിരിക്കുന്നു. കത്വയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഭീകരർ പതിയിരിപ്പുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തുകയും സംയുക്ത സേനയുടെ ഭാഗമായിട്ട് നടത്തിയ തിരച്ചിൽ 3 പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വിവിധ തരത്തിലേക്ക് ഈ വിഷയം മാറുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെയാണ് വീണ്ടും ഈ ഭീകരാക്രമണ സാധ്യതയും, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ രീതിയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയിലേക്ക്, അതായത് ഈ മേഖലയിലേക്ക് വെടിവെപ്പൊക്കെയും ഉയർത്തുന്ന സാഹചര്യം കണ്ടത്. അത്തരത്തിൽ രാജ്യ തലസ്ഥാനത്തും ഈ വാർത്ത വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതി ബില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മാധ്യമങ്ങളടക്കം ഇതിലേക്ക് മാറിയ സാഹചര്യത്തിലാണ് ഈ ജമ്മു കാശ്മീർ അടക്കമുള്ള ഭീകരാക്രമണ സാധ്യതയും ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വരുന്നത്. അമൃത.